ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് തന്നെ ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുമെന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അതിന് കാരണം. അതിന് 1000 നന്ദിയുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ആഗ്രഹം വെച്ചിട്ടുള്ളവർക്കും, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്നായിട്ടുള്ളവർക്കും, അതുപോലെ തന്നെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനും നിങ്ങളെപ്പോലെ ഒരു ബിഗിനർ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ലോങ് വീഡിയോ ഇട്ട ടൈമിൽ അതിൽ 14 ഡേയ്സ് കൊണ്ട് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ്, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടോന്നൊക്കെ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ പറയണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് അടക്കാം. ഒരു മെയിൽ ID ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്ക് ആലോചിച്ച് തീരുമാനിക്കണം. ഒരുപാട് ടൈപ്പ് ചാനൽസ് ഉണ്ട്. ഫാമിലി വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ്, ട്രാവലിംഗ് വ്ളോഗ്സ്, മൂവി റിവ്യൂസ് ചെയ്യുന്നത്, ബുക്ക് റിവ്യൂസ്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് ഏതിലാണോ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സബ്ജക്റ്റ് തീരുമാനിച്ചുറപ്പിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ചാനലായിട്ട് പിന്നീട് മാറുന്നത്. അതിനുശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നെയിം തന്നെ നമ്മുടെ ചാനലിന് വേണ്ടി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമുണ്ട്, യൂട്യൂബിന്റെ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുന്നത്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് യൂട്യൂബിന്റെ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുക എന്നതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ശരിയായ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. മൊബൈൽ ഫോണിലൂടെയാണ് നിങ്ങൾ ഈ സെറ്റിംഗ്സ് ക്ലിയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി അതിൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടാഗ്, കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ എന്നിവ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കൊടുക്കണം. കീവേഡ്സിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് വേണം അവിടെ കൊടുക്കാനായിട്ടുള്ളത്. നമ്മുടെ ചാനൽ നെയിം, നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സെർച്ചിലൊക്കെ നമ്മളുടെ ചാനൽ നെയിം ടോപ്പിൽ വരാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടാഗ് കൊടുക്കുന്നത്. ചാനൽ നെയിം മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ചാനൽ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗും പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടാഗ് കൂടി ഇവിടെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ചാനൽ നെയിമും നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മൾ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. യൂട്യൂബിന്റെ ഇൻകം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ഓരോ യൂട്യൂബേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ വളർത്തിക്കൊണ്ടുവരാനേ യൂട്യൂബ് നോക്കുകയുള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് കൺസിസ്റ്റൻസിയോടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് ഉറപ്പായ കാര്യമാണ്. ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ അത് കുറച്ചു പേരുടെ ഫീൽഡിലോട്ട് എത്തിക്കും. അവർ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമ്മൾ ഓരോ വട്ടം ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് കൂടുതൽ പേരിലോട്ട് യൂട്യൂബ് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോലുള്ള തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നത്. അതായത് തംബ്നെയിൽ, ക്യാപ്ഷൻ എന്നിവ ആൾക്കാർക്ക് കുറച്ച് അട്രാക്ട് ആവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റിയും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കുറച്ചുപേരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു നല്ല ഫോൺ വരട്ട്, ഒരു നല്ല മൈക്ക്, ട്രൈപോഡ്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം സെറ്റ് ആയതിനു ശേഷം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതങ്ങ് ഇരുന്ന് പോവത്തേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടോ അത് വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും പിറകെ വന്നോളും. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണാണ് ഇരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഏത് ഫോണാണ് ഏത് ക്യാമറയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ലൈറ്റ് എല്ലാം നോക്കി നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം യൂട്യൂബ് തുടങ്ങാം എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ആഗ്രഹം ഉണ്ടെങ്കിൽ, സബ്ജക്റ്റും കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോ.
മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഒരു കാരണം വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യല്. എന്റെ ഒരു അഭിപ്രായത്തിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സബ്ജക്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ ഇടാൻ നിൽക്കുന്നത് ആ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാനൽ തുടങ്ങുന്നതിന്റെ ഒരു ഇതില് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. പിന്നെ അതിന് വ്യൂസ് ഒന്നും ഇല്ലാന്ന് കാണുമ്പോൾ നമ്മളങ്ങ് മടിച്ചു പോകും. വീഡിയോസ് പിന്നെ എടുക്കാനും ഇടാനും ഒക്കെ മടിച്ചു പോകും. അതുകൊണ്ട് ഈ ബാക്കപ്പ് ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിരുന്നാൽ ഇപ്പൊ ഒരു ദിവസമെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ഡിലേ വരുത്താതെ വീഡിയോസ് എന്നും ഇടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷോർട്സ്. ലോങ് വീഡിയോ നമ്മൾ ഒരു 1 വീക്കിൽ ഒരെണ്ണമെങ്കിലും ഇടണം. പക്ഷെ ഷോർട്സ് ഡെയിലി ഒരു 2 എണ്ണമെങ്കിലും ഇടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു മെയിൻ വഴി എന്ന് പറയുന്നത് ഈ ഷോർട്സ് ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാല് നമ്മൾ ഷോർട്സിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കല്, ലോങ് വീഡിയോസിനും പ്രാധാന്യം കൊടുക്കണം. ഞാൻ ഷോർട്സ് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്ന് ലോങ് വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേക്കും അതിൽ നമ്മൾ വ്യൂസിനുള്ള ഒരു ഡിഫറൻസ് നമുക്കത് മനസ്സിലാവും. നമ്മളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഏണിങ്സിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഏണിങ്സ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ലോങ് വീഡിയോസിലൂടെയാണ്. ഷോർട്സ് വീഡിയോസിൽ കിട്ടത്തില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ലോങ് വീഡിയോസിലാണ്. ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 60% കിട്ടും, 40% ആണ് യൂട്യൂബ് എടുക്കുന്നത്. ഷോർട്സിൽ പക്ഷെ അങ്ങനെയല്ല, തിരിച്ചാണ്. നമുക്ക് 40%ഉം യൂട്യൂബിന് 60%ഉം ആണ്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ലോങ് വീഡിയോസ് നിന്ന് കിട്ടുന്നതിനേക്കാളും ഷോർട്സ് വീഡിയോസിലൂടെയാണ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 2 ഷോർട്സ് ഒക്കെ മാക്സിമം ഇടാൻ നോക്കണം. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ആക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈം, അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട്, അതായത് ഞാൻ ഇന്ന് വൈകുന്നേരം 5 മണിക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്യണം. അത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. യൂട്യൂബ് ചാനലുള്ളവർക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് YT സ്റ്റുഡിയോ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോ. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ബാക്കി എഡിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ YT സ്റ്റുഡിയോ എന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് YT സ്റ്റുഡിയോ ഒരു മെയിൻ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ YT സ്റ്റുഡിയോയിലൂടെയാണ്. നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും അനലിറ്റിക്സ് നമുക്ക് ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ വീഡിയോസ് എത്ര പേര് കണ്ടു, വാച്ച് അവർ എത്രയായി, ഏത് രീതിയിലാണ് ആൾക്കാരിലേക്ക് എത്തിയത്, ഷോർട്സ് ഫീഡിലൂടെയാണോ, ബ്രൗസർ ഫീച്ചേഴ്സിലൂടെയാണോ, യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലൂടെയാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഏത് ടൈമിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഒരു ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ഗ്രാഫ് നോക്കി നമ്മുടെ ഓഡിയൻസിന്റെ അറ്റൻഷൻ വെച്ച് വേണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ടൈം തെരഞ്ഞെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യമാണ്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പബ്ലിക് ഇട്ട് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. ഒന്നുകിൽ പ്രൈവറ്റ് ഇട്ടോ ഒന്നുകിൽ അൺലിസ്റ്റഡ് ഇട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഞാൻ പ്രൈവറ്റ് ഇട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് ഇപ്പൊ 5 മണിക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വരേണ്ടതെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബ് അനലൈസ് ചെയ്യുകയും അത് കാറ്റഗറൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തുകയും അതുവഴി നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യും. ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അതിന് ഏറ്റവും അനുയോജ്യമായ തമ്പനെയില്, ക്യാപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, ഹാഷ്ടാഗ് ഇതൊന്നും കൊടുക്കാൻ വിട്ടുപോകരുത്. ഇത് മെയിനായിട്ട് നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടാനുള്ള ഘടകങ്ങളാണ്. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മടിയും ഒരു നാണക്കേടും വിചാരിക്കാതെ നമുക്ക് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലിയും നമ്മുടെ അത്രയ്ക്ക് അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആദ്യം തന്നെ നമ്മള് ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്ത് കാണാനൊക്കെ പറയണം. പക്ഷെ ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ഈ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും
ഈ വീഡിയോസ് ഒന്നും കാണണമെന്നൊന്നും ഇല്ല. എങ്കിലും നമ്മളത് അയച്ചു കൊടുക്കുക നമ്മളുടെ ഒരു സമാധാനത്തിന്. നമ്മുടെ ഏറ്റവും നല്ല നമ്മളെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വീഡിയോസ് യൂട്യൂബിലൂടെയൊക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ റിയൽ സബ്സ്ക്രൈബേഴ്സ്. അതായത് നമുക്ക് അവരെ കൊണ്ട് ഉപയോഗമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവര് മാത്രമേ ആ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് എന്റെ വീഡിയോ ഒന്ന് കാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വട്ടോ രണ്ടു വട്ടോ ഒക്കെ അവര് കാണുമായിരിക്കും, പിന്നെ അവര് ഓൺ ചെയ്യത്തോടി ഇല്ലായിരിക്കും. എങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. വ്യൂസിന്റെ കാര്യം ഓർത്തൊന്നും നമ്മൾ ഒരു രീതിയിലും ബോധേഡാവല്. നമ്മൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മൾ എന്നെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ സക്സസ് ആവും, നമ്മളും ഒരു യൂട്യൂബർ ആവും, നമുക്കും അതിൽ നിന്നൊരു ഏർണിങ്സ് ഒക്കെ കിട്ടും. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ മോട്ടിവേഷൻ പോലെയൊക്കെയാണ്. ഇതിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത് സെറ്റിങ്സിനെ പറ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ മാസം 18-ാം തീയതി ആവുമ്പോഴേ 2 മാസം ആവത്തുള്ളൂ. അപ്പോഴത്തേക്കും എനിക്കൊരു 5K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. ഈ യൂട്യൂബ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇതാക്കിയിട്ടുള്ളത്. അത് കണക്ക് തന്നെ ടൈം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ദിവസം ഒന്ന് വീഡിയോ ഇടാതെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിൻ്റെതായ മാറ്റം നമുക്ക് മനസ്സിലാവും. എനിക്കത് അനുഭവമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യല്. നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെ സബ്ജക്ട് സെറ്റാക്കിയതിനു ശേഷം കുറച്ച് ബാക്കപ്പ് ആയിട്ട് വീഡിയോ മസ്റ്റായിട്ടും എടുത്തു വെക്കണം. കാര്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ആവേശം പിന്നെ കാണിക്കണമെന്നില്ല. എന്നും വീഡിയോ ഇടണമെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്തു വെക്കുമ്പോൾ നമുക്ക് ആ കുറച്ച് നാളത്തേക്കെങ്കിലും വീഡിയോസ് ഇട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൈം, അപ്ലോഡ് ചെയ്യുന്ന രീതി, ഇതൊന്നും ഒരു രീതിയിലും നമ്മൾ സ്കിപ്പ് ചെയ്യല്. നല്ല രീതിയിലുള്ള തമ്മിൽ ടാഗ്, ഹാഷ്ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ക്യാപ്ഷൻസ് ഇതെല്ലാം കൊടുക്കണം. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറഞ്ഞത്. സെറ്റിംഗ്സിന്റെ കാര്യം ഞാൻ ഇത്ര ഇതായിട്ട് പറയാൻ കാര്യം, ഒരു 2022 ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. ഇതിലെ മാറ്റോ എനിക്ക് മനസ്സിലാവും. അതില് എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീഡിയോസ് ഞാൻ ഇടുമായിരുന്നു, എങ്കിലും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങി ഫസ്റ്റില് എന്നെ സെറ്റിംഗ്സ് എല്ലാം സെറ്റ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് എന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ കാര്യം എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക്, കമന്റ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മെയിൻ ഘടകമാണ്. അപ്പം കഴിയുന്നവരും ലൈക്കും കമന്റും ഒക്കെ ഇടാൻ ശ്രമിക്കണം. ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരു യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.